ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ പോത്തുണ്ടിക്ക് ഒരു ഔട്ടിങ് പോയതായിരുന്നു. മിക്കു ഇപ്പോൾ പലതും കാണാനും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവനെയും കൊണ്ട് കറങ്ങാൻ പോയതായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ് പോത്തുണ്ടി, ഒരു 10-12 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പോത്തുണ്ടിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഫുൾ വെള്ളം ഉണ്ടാവുമായിരുന്നു, പക്ഷെ അതൊക്കെ അവർ കളഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങും വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ ഇതെല്ലാം ഉള്ളൊരു വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഫുൾ പച്ചപ്പും. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റൈഡിലും ഇരിക്കാം. പക്ഷെ വെയിൽ കാരണം നമുക്ക് എല്ലാ റൈഡിലും കയറാനും പറ്റിയില്ല. മിക്കു നോക്ക് 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 നോക്ക്. മിക്കുവിന് ഹാപ്പിയാണ് കേട്ടോ. മിക്കു ഹാപ്പിയാണ് റൈഡിൽ. നമുക്ക് ഇനി മിക്കുവിനെ നമുക്ക് അപ്പുറത്തിരുത്തിയാലോ? ഇതാ ചെയറിൽ. മിക്കുവിനെ കുറച്ച് നേരം നമ്മൾ ഡെക്കിൽ ഇരുത്തി കറക്കി. മിക്കു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും മിക്കുവും കൂടെ കുറച്ച് നേരം ഊഞ്ഞാലാടി. ഡാഡിക്ക് ഹായ് കൊടുക്ക്. ഹായ് ഹായ് ഓ, മിക്കു പ്ലെയിൻ കിസ് തരാനുള്ള മൂഡിലൊന്നും ആയിരുന്നില്ല. അത് ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലാടിയതിന് ശേഷം വേറെ റൈഡിലേക്ക് പോയി. അവൻ ഒറ്റയ്ക്കിരുത്ത് ഇരിക്കും. അവൻ ഇങ്ങനെ കാല് തൂക്കിയിട്ട് ഒറ്റയ്ക്കിരുത്ത്. മിക്കു ഒറ്റയ്ക്ക് പിടിച്ചിരിക്കുമെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, കാരണം പെട്ടെന്ന് വീണാലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് തന്നെ നിന്ന് കളിപ്പിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവനിങ്ങനെ ഔട്ടിങ് കൊണ്ടുപോകുന്നതും. നമ്മൾ ആദ്യത്തെ റൈഡിലേക്ക് ഇരുന്നതിന് ശേഷം കുറച്ച് നടന്നു കേട്ടോ, കാരണം നന്നായി അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പാട്ട് കേട്ട് എൻജോയ് ചെയ്യാം റൈഡുകളൊക്കെ. അവിടെ കുറേ കളിക്കേണ്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കുവിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താ ഇതൊന്ന് തുറന്നാൽ അടുത്തൊരു ലോകം പറയുന്ന പോലെയാണ്. അവിടെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നട്ടുച്ച വെയിലായതുകൊണ്ട് നമുക്കതൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ഏരിയയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സൂപ്പറാണ്. ഇനി ഒരു ദിവസം ഈവനിങ് വരണം. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമ്മൾക്കധികം എല്ലാ റൈഡിലും കയറാൻ പറ്റിയില്ല. മിക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റൈഡ് എന്ന് പറയുന്നത് ഈ ഡക്കാണ് കേട്ടോ, കാരണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ആ, മിക്കു ഓരോന്ന് കാണിച്ചു തരാണ് അതിലിരിക്കണമെന്ന്. മിക്കു ഏതിലിരിക്കണ്ടേ? ഏതിലാ? ഏതാ മിക്കു? ഏതാ? മിക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ത് ഇതാണ് കേട്ടോ, അവൻ്റെ ഡക്ക്. ഇത് ഡക്ക് തന്നെയല്ലേ? ഇവിടെ നല്ല രസമായിട്ടോ കാണാനും കളിക്കാനും. ഹായ് പറ നോക്ക്, ഡക്കിന് ഹായ് പറ, ഡക്കിന് ഹായ് പറ. ഒരു പ്ലെയിൻ കിസ് കൊടുത്ത് ഡക്കിന്. നമ്മളുടെ പോത്തുണ്ടിൻ്റെ താഴ്വാരമാണ് നമ്മുടെ നെല്ലിയാമ്പതി. ഇതിൻ്റെ മേലെ ഡാമാണ് കേട്ടോ, അത് കാണണ്ട. ഇതേ മേലെ കണ്ണ ഇത് കയറിക്കഴിഞ്ഞാൽ ഡാമാണ്. പക്ഷെ ഇപ്പോൾ വെയിലായതുകൊണ്ട് മേലെ പോവാ പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് കുട്ടീനെയും കൊണ്ട്. പക്ഷെ എൻജോയ് ചെയ്യാൻ ഒരുപാട് റൈഡ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് എണ്ണത്തിൽ മിക്ക കുറച്ചും കൂടെ ആയതാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാനും ഒറ്റയ്ക്ക് നടക്കാനാവാത്തതുകൊണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ റൈഡിൽ ഇരുത്തുന്നത്. എന്ത് വെയിലല്ലേ ഇപ്പോൾ. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചാണ്, പിന്നെ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ 10 മണിയാവും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ 10 മണി എന്നുള്ളതേ നല്ല വെയിലായി. വെയിലത്ത് പോകണ്ടാവും. ഇപ്പോൾ നല്ല പച്ചപ്പും, പക്ഷെ അധികം ഫാമിലീസ് ഒന്നുമില്ല കേട്ടോ, കുറച്ച് ഫാമിലീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഹോളിഡേ നല്ല തിരക്കുണ്ടാവില്ലേ നെല്ലിയാമ്പതി പോയിട്ട് വരുന്ന വണ്ടികളുടെയൊക്കെ. ഈ റൈഡിലൊന്നും മിക്കുവിന് ഒറ്റയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് മിക്കു ഇതാകുമ്പോൾ വെയിലും കൊള്ളില്ല. എന്നവിടെയും ഞാൻ പെട്ടു. എനിക്ക് ക്ലാസ് ഉണ്ട് ഗൈസ്. കുട്ടികൾക്കൊന്നും നമുക്കും കയറാമല്ലോ.
ഇപ്പൊ തന്നെ ഡയഡ നോക്ക് കാണിക്കണേ. വീഴുവോ? ഇനി തിരിച്ചു നടക്കണം. ഇല്ല, വെയിലാണ് സഹിക്കാൻ പറ്റാത്ത. നിനക്ക് ഇന്നത്തെ ഒരു ചലഞ്ച്, നമ്മൾ പോത്തുണ്ടി വന്നിട്ട് നിനക്ക് ചലഞ്ചൊന്നും തന്നില്ല എന്ന് പറയണ്ട. ഇതാ ഈ റോപ്പിൽ പിടിച്ചിട്ട് വീഴാതെ ഇതിൽ കൂടെ നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമുക്ക് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറേ ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എപ്പോഴും എന്നെ ചലഞ്ച് ചെയ്യും. അപ്പൂന് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. വെരി ബാഡ്. എൻ്റെ കൂടെയുള്ള ജീവിതം ഇങ്ങനെ ചലഞ്ചിങ് അല്ലേ? അതിലും വലിയ ചലഞ്ചിങ്. പക്ഷേ നല്ല മ്യൂസിക്കൊക്കെ കേട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് മിക്കുവിന് ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പില്ലേ ഇതാ ആ ഉരുതണ സാധനമാണ്. ഇപ്പോഴൊക്കെ മോഡിഫൈ ആയി. ഇതിൽ മീനുണ്ടോ? അഴുക്ക് വെള്ളമൊന്നുണ്ടോ? മിക്കു പിന്നെ മ്യൂസിക് കേട്ടാൽ കൈകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവനിങ്ങനെ ഡാൻസ് കളിക്കാനുള്ള മൂടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ആ മ്യൂസിക്കിൻ്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവനതിക്ക് കൈ കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ അതാണ് പാട്ട് പാടുന്ന സിസ്റ്റം എന്ന് പറഞ്ഞ് കാണിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മിക്കുവിനും കൂടെ കുറച്ച് പൊട്ടത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അവനെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവനെ ഡാൻസ് കളിപ്പിക്കാനൊക്കെ നോക്കിയതാണ്. പിന്നെ അതിന് ശേഷം ഡാഡിയും മൈനും കൂടെ നടത്തത്തിലാണ്. അവനിങ്ങനെ കൈ പിടിച്ച് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കൈ പിടിച്ച് നടത്തിക്കായിരുന്നു. നിനക്കൊരു ചലഞ്ച് ചെയ്യട്ടെ? ഇതാ കണ്ടണ്ട, അതിൽ തൂങ്ങി നിൽക്കുക. 1 മിനിറ്റ് തൂങ്ങി നിൽക്കണം. പറ്റുമോ? ഇല്ല, ഞങ്ങൾ തണുപ്പത്ത് നിൽക്കാം. അപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. റെഡി 1 2 3 സ്റ്റാർട്ട്. തൂങ്ങ്. എന്നെ എന്നും ചലഞ്ച് ചെയ്യിപ്പിച്ച് അപ്പൂനെ കൊണ്ടൊന്നും ഒരു ചലഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൂനെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിച്ച വീഡിയോ നമ്മൾ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണണം. മിക്കുവിനെ കുറച്ചും കൂടെ ഇതിലിരുത്താം. മിക്കുവിന് ഇതാണ് ഇവിടെ ഇഷ്ടപ്പെട്ട റൈഡ്. അപ്പം മിക്കുവിനെ ഇതിലിരുത്തിയിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകാം കേട്ടോ. മിക്കു ബൈ ബൈ. അങ്ങനെ മിക്കുവിനെ റൈഡിലേക്ക് ഇരുത്തിയതിന് ശേഷം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ പണ്ട് കളിക്കുന്ന കളികളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും അടുത്ത ആഴ്ച ഒന്നും കൂടെ വന്നിട്ട് അപ്പോഴേക്കും വർക്കൊക്കെ കഴിയും ഇവിടുത്തെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് എടുക്കാം. നല്ല രസമില്ലേ മോള പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ? അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. കാരണം പുറത്ത് നല്ല ചൂടാണെങ്കിലും ആ മുളൻ്റെ താഴെ പോകുമ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ നിൽക്കുമ്പോൾ മിക്കുവിനൊരു ഫോട്ടോ എടുക്കുക. പണ്ട് ഞങ്ങൾ ഇവിടേക്കൊക്കെ കറങ്ങാൻ വരുമായിരുന്നു. ഇവിടേക്ക് നിന്നിട്ടായിരുന്നു ഫോട്ടോ എടുത്തത്. ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് പോത്തുണ്ടിക്ക് വരും ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥലത്തിനെ കുറിച്ച്? പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് മിക്കുവിനെയും കൊണ്ട് വരാൻ പറ്റിയതാണ്. നമ്മൾ ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ അവർക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം. വെള്ളം മതിയായ ഇതാണ് ആളുടെ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നു, ചിക്കൻ എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, ഊണ് കഴിക്കാൻ്റെ പോകും. വെയിലും കൊണ്ട് കരിഞ്ഞു. നമുക്ക് ഇവിടെ വന്ന് ഐസ്ക്രീം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്താ കഴിക്കണം? ടോയ്ലറ്റ് വേണ്ട. ശരി, ആ കാണുന്ന സ്റ്റെപ്പാണ് നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴി. പക്ഷെ നല്ല വെയിൽ കാരണം നമുക്ക് ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റിയില്ല. വേറൊരു ദിവസം നമുക്ക് ഡാമിൽ കയറാം. ചാലഞ്ചിൽ ജയിച്ചതിനുള്ള ഗിഫ്റ്റ് ബോൾ വേണ്ട. എനിക്ക് ഈ കോണ് മതി. എനിക്കതാ ഇഷ്ടം. എനിക്ക് ഈ കോണ് മതിയെന്ന്. ഇത് എനിക്കത് ഇഷ്ടം. ചലഞ്ചിൽ വിജയിച്ചു നമുക്ക് ഐസ്ക്രീം.
ചലഞ്ചിനും ജയിച്ചു ഐസ്ക്രീം കൊടുക്കില്ല. പച്ചത് പറഞ്ഞ കേൾക്കില്ല. അപ്പോൾ അപ്പം പിന്നെ ചലഞ്ചിന് ജയിച്ചാലൊന്നും വേണ്ട പറഞ്ഞു. എനിക്കിട്ട് പണി തരുന്നതിന് തിരിച്ചൊരു പണി കൊടുത്താണ്. മതി, ഒരു ദിവസം കഴിക്കുക, ഇതും കരഞ്ഞോണ്ടിരിക്കും. മതി, നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ അത്. നമുക്കില്ല ഇപ്പോൾ ഇന്നൊരു ദിവസം വന്നിട്ട് മേലെ പോവാല്ലേ. എന്നിട്ട് നമുക്ക് മിക്കുവിന് മനസ്സില്ല മനസ്സോടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതൊക്കെ മറുപടി പറയുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ വോയിസ് നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ അല്ല. അങ്ങനെ മനസ്സില്ല മനസ്സോടെ മിക്കു പോത്തുണ്ടി വിടുകയാണ്. ഞങ്ങൾ പോത്തുണ്ടിയിൽ നിന്ന് ഇറങ്ങണവൻ അവർക്കൊക്കെ ടാറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇന്നല്ലോ അപ്പോൾ കാറ്റാടി വാങ്ങിച്ചു കൊടുക്കേ. നമുക്ക് മിക്കുവിനെ കാറ്റാടി വലിക്കാട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഫുള്ളും ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഇന്നെല്ലാം അടച്ചിരിക്കുന്നു. ഒരു കാറ്റാടി കാറ്റാടി വഞ്ചി കിടക്കുക. ശരി, നമുക്ക് പോവാം. ബൈ. ബൈ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ.